ഓം ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. നമുക്ക് വിശക്കുന്നല്ലോ. പ്രിയരെ, ഒരു വീട്ടിൽ സഹോദരിമാരായിരുന്ന 3 അമ്മമാർ ഒന്നിച്ച് താമസിച്ചിരുന്നു. പുരുഷന്മാരാരും ഇല്ലാതിരുന്നതിനാൽ അവർ സ്വന്തമായി വേലയെടുത്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് വീട്ടുകാര്യങ്ങൾ നടത്തിയിരുന്നത്. ഒരു ദിവസം അവരിൽ മൂത്ത അമ്മയ്ക്ക് കലശലായ വയറുവേദനയുണ്ടായി. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആ വേദനയ്ക്ക് കുറവുണ്ടായില്ല. അവർ പല വൈദ്യന്മാരെയും കണ്ടുനോക്കി. എന്നിട്ടും വയറുവേദന അതുപോലെ തന്നെ മാറാതെ നിന്നു. ആയിടെ ഗുരുദേവനെ കണ്ടു പ്രാർത്ഥിച്ചാൽ അസുഖം മാറുമെന്ന് ഒരാൾ പറഞ്ഞു. അവർ 3 പേരും അതുവരെയും ഗുരുദേവനെ കണ്ടിട്ടില്ലായിരുന്നു. എങ്കിലും ഗുരുദേവന്റെ സിദ്ധിയെയും ദീനാനുകമ്പയെയും പറ്റി അവർ ധാരാളം കേട്ടിരുന്നു. അന്നു മുതൽ 3 അമ്മമാരും ഗുരുദേവനെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അക്കാലത്ത് അവരുടെ മുറ്റത്ത് ഒരു വാഴ കുലച്ചു നിൽപ്പുണ്ടായിരുന്നു. ആ കുല ഗുരുദേവന് സമർപ്പിക്കാമെന്ന് അവർ ഒരു നേർച്ചയും നേരുകയുണ്ടായി. അതിനുശേഷം ആ വാഴയെ പ്രത്യേകമായി പരിരക്ഷിച്ചു വന്നു. അതോടെ മൂത്തമ്മയുടെ വയറുവേദനയ്ക്ക് കുറവ് വരാൻ തുടങ്ങി. അത് അവരെ 3 പേരെയും അതിശയിപ്പിച്ചു. ഒടുവിൽ പ്രത്യേകം ചികിത്സകൾ കൂടാതെ തന്നെ ആ വേദന പൂർണ്ണമായും ശമിച്ചു. അപ്പോഴേക്കും ആ വാഴക്കുല പഴുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ കുല അവർ വളരെ പ്രയാസപ്പെട്ട് വെട്ടി പത്തായത്തിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചു. ആ കുലയുമായി ശിവഗിരിയിൽ പോകുന്നതിന് 3 അമ്മമാരും ഒരുപോലെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ വഴിച്ചെലവിനുള്ള പണം അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. ചിലരോട് കടം ചോദിച്ചെങ്കിലും കിട്ടിയതുമില്ല. നന്നായി പഴുത്തു കഴിഞ്ഞിരുന്ന ആ കുലയുമായി ശിവഗിരിയിൽ പോകാൻ കഴിയാതെ വന്നതിൽ ആ അമ്മമാരെല്ലാം ഒരുപോലെ വ്യസനിച്ചു. നേർച്ച പാലിക്കാതെ വന്നാൽ മൂത്തമ്മയുടെ മാറിപ്പോയ വയറുവേദന തിരികെ വരുമെന്ന് അവർ ഭയക്കുകയും ചെയ്തു. എങ്കിലും നിത്യവും ചെയ്തു പോന്നിരുന്ന ഗുരുദേവന പ്രാർത്ഥനയ്ക്ക് അവർ യാതൊരു മുടക്കവും വരുത്തിയിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഉച്ചയോടടുത്ത് അമ്മമാർ 3 പേരും ശിവേരിയിലേക്ക് പോകാൻ കഴിയാത്തതിന്റെ വ്യസനഭാരത്തോടെ വീടിന്റെ വരാന്തയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു വൃദ്ധൻ വടിയും കുത്തി അവിടേക്ക് കയറി വന്നു. വൃദ്ധൻ: നമുക്ക് വിശക്കുന്നല്ലോ, എന്തെങ്കിലും തരണം. മൂത്തമ്മ: വിശപ്പിന് തരാൻ ഇവിടെ യാതൊന്നുമില്ല. വൃദ്ധൻ: പോയി നോക്കണം, എന്തെങ്കിലും കാണാതെ വരികയില്ല. മറ്റൊരമ്മ: ഒരു മണി അരി പോലുമില്ലാത്ത ഈ വീട്ടിൽ നിന്നും ഞങ്ങൾ എന്തെടുത്ത് തരാനാണ്? വൃദ്ധൻ: ആ പത്തായത്തിൽ പഴം ഇരിക്കുന്നില്ലയോ, അതിൽ നിന്ന് 2-3 എണ്ണം തന്നാൽ മതി. അത് കേട്ടപ്പോൾ ആ അമ്മമാർക്ക് വലിയ അമ്പരപ്പുണ്ടായി. പത്തായത്തിലിരിക്കുന്ന പഴത്തിന്റെ കാര്യം മറ്റാർക്കും അറിവുള്ളതല്ല. പിന്നെ എങ്ങനെ ആ വൃദ്ധൻ അറിഞ്ഞു എന്ന് അവർ ചിന്തിച്ച് അതിശയപ്പെട്ടു. അപ്പോൾ അവരിലെ ഇളയ അമ്മ ഇങ്ങനെ പറഞ്ഞു: പത്തായത്തിൽ പഴമിരിക്കുന്നത് നേരു തന്നെ. അത് ശിവഗിരിയിലെ സ്വാമിക്ക് കാഴ്ചവെക്കാൻ നേർന്നിരിക്കുന്നതാണ്. വൃദ്ധൻ: വിശന്നു വരുന്ന ഒരാളിന് അതിൽ നിന്ന് 2 പഴം കൊടുത്തെന്നറിഞ്ഞാൽ ശിവഗിരിയിലെ സ്വാമിക്ക് സന്തോഷമേ ഉണ്ടാവുകയുള്ളൂ. മൂത്തമ്മ ഉടനെ പത്തായത്തിൽ നിന്നും 3 പഴമെടുത്ത് ആ വൃദ്ധന് കൊടുത്തു. അവിടെ വെച്ച് തന്നെ അദ്ദേഹം അത് കഴിക്കുകയും ചെയ്തു. പിന്നീട് മാസങ്ങൾക്ക് ശേഷം 2ാമതൊരു കുല ഉണ്ടായപ്പോൾ ആ 3 അമ്മമാരും കൂടി ആ കുലയുമായി ശിവഗിരിയിലേക്ക് പോയി. ഗുരുദേവനെ അറിയായികയാൽ അവർ ശാരദാ മഠത്തിനരികെ ചെന്നു നിന്നു. അവരെ കണ്ടിട്ട് അവിടെ നിന്നിരുന്ന പ്ലാവില കേശവൻ മേസ്ത്രി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. മേസ്ത്രി തന്നെ അവരെ വൈദിക മഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വാതിലിന് നേരെ ഇരിക്കുകയായിരുന്ന ഗുരുദേവനെ കണ്ടപ്പോൾ അവർ 3 പേരും ആശ്ചര്യപ്പെട്ടു നിന്നു. അന്ന് വിശക്കുന്നുവെന്ന് പറഞ്ഞ് വീട്ടിൽ വന്നതും പഴം ചോദിച്ചു വാങ്ങിയതും സാക്ഷാൽ ഗുരുസ്വാമി തന്നെയായിരുന്നല്ലോ എന്ന് ആത്മഗതം ചെയ്തുകൊണ്ട് ആ 3 അമ്മമാരും തൃപ്പാദങ്ങളിൽ വീണ് സാഷ്ടാംഗം നമസ്കരിച്ചു. സ്നേഹപൂർവ്വം എഞ്ചിൻ കയനാട്.